ഹായ് ഓൾ, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഒലിബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് ടെസ്റ്റിലെ 25 മാത്സ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ question, a solid hemisphere and a solid sphere are constructed such that both have the same radius. Find the ratio of the curved surface area of the hemisphere to the surface area of sphere. Curved surface area of hemisphere is to surface area of sphere. Curved surface area 2 pi r square ആണ്, is to sphere ന്റെ area 4 pi r. So pi cancel ചെയ്തു, 2 is equal to already പറഞ്ഞു same radius ആണ്. So the ratio 1:2 ആണ്. Option A ആയിരിക്കും correct. 4x minus 3 by x 7 ആണെങ്കിൽ find the value of 64x square plus 36 by x square. 4x minus 3 by x is equal to 7. ഇക്വേഷനെ നമ്മൾ മൊത്തം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 8x minus 6 by x equal to 14. സ്ക്വയർ ചെയ്യുക. 64x square. ഇത് a minus b whole square ആവും. അപ്പം 64x square plus 36 by x square minus 96 is equal to 14 square 196. So 64x square plus 36 by x square എന്ന് പറയുന്നത് 196 minus 96 right side പോകുമ്പോൾ plus 9 is equal to 292. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. തന്നിരിക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുന്ന y is equal to mx plus ചെയ്യുന്ന രീതിയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. സോ minus 2y ലെഫ്റ്റ് സൈഡിൽ കിടക്കട്ടെ, 5x അപ്പുറത്തോട്ട് minus 5x plus 8 പോകുമ്പോൾ minus 6. സോ y is equal to 5/2x plus 4. y is equal to mx plus c എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 5/2 ആണ്. സോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? നമുക്കറിയാം പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പ്. m1 എന്ന് പറഞ്ഞ ലൈന്, m2 എന്ന് പറഞ്ഞ രണ്ട് ലൈൻ, ഇത് രണ്ടിന്റെ സ്ലോപ്പ് ആണ്. ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ സ്ലോപ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1. പാരലൽ ലൈൻസ് ആണെങ്കിൽ സ്ലോപ്സ് സെയിം ആയിരിക്കും. പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ അവയുടെ പ്രൊഡക്റ്റ്, സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇപ്പൊ ഒരു സ്ലോപ്പ് 5/2 ആണ് തന്നിട്ടുണ്ട്. സോ 5/2 ടൈംസ് m2 is equal to -1. മറ്റേ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -2/5. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എയും ബി രണ്ട് പ്രൈം നമ്പേഴ്സ് ആണ്. രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് 6, 6, 7. അതിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അതിനർത്ഥം ഇത് 29 ടൈംസ് 23 എന്ന് പറയുന്നതാണ് 6, 6, 7. 29 23യും പ്രൈം നമ്പേഴ്സ് ആണ്. സോ എ ഗ്രേറ്റർ ദാൻ ബി ആയതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് 29ഉം ബി എന്ന് പറയുന്നത് 23 ആയി. കണ്ടുപിടിക്കേണ്ടത് ബി മൈനസ് എ പ്ലസ് 2ab വാല്യൂ. b minus a എന്ന് പറഞ്ഞാൽ -6 plus 2 times 23 times 29 minus 6 plus 46 times 29. One, 3 is equal to 1328. Option B ആയിരിക്കും correct. The ratio of length and breadth of a rectangle 3:4. 4 മീറ്റർ ലെങ്ത്തിനും ബ്രെഡ്ത്തിലൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:5. അങ്ങനെയെങ്കിൽ ഇനിഷ്യൽ ഏരിയയും ന്യൂ ഏരിയയും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതായത് ആയത് 3:4 എന്ന് കൊടുത്തു. അപ്പൊ 3x അതിനോട് നമ്മൾ 4 ആഡ് ചെയ്തു. നെക്സ്റ്റ് 4x അതിനോടുകൂടി 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ 4:5 ആണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ 15x plus 20 is equal to 16x plus 16x equal to 4. x equal to 4 എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 12, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 16. ഇവിടെ രണ്ടിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 192 വരും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ L1 V1. L2 എന്ന് പറയുന്നത് 4 ആഡ് ചെയ്യുമ്പോൾ 16, B2 എന്ന് പറയുന്നത് 4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ
20. സോ ഇവയുടെ പ്രൊഡക്റ്റ് 3. സോ ഇവയുടെ റേഷ്യോ അതായത് 192:320 is equal to 6, 2, 4, 8 കൊണ്ടാകുമ്പം 10, 6, 3:5 എന്ന് കിട്ടും. 3:5. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ലെങ്ത് എടുത്ത് 3:4 എന്ന് റേഷ്യോ. അപ്പൊ നമുക്ക് 3:4 എന്ന് പറയുമ്പോൾ അത് സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും. അപ്പൊ 3:4 എന്ന് പറഞ്ഞാൽ നമുക്ക് 6ഉം 8ഉം ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ 9 ആകാം, 12 ആകാം. അപ്പൊ ഇതിൽ നിന്ന് 4 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് 2ഉം 4ഉം ആണ്. റേഷ്യോ 4:2. അപ്പൊ ഇത് വരത്തില്ല. അടുത്തത് +4 ആഡ് ചെയ്യുന്നത്. +4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് 10 വരും, ഇത് 12 വരും. 5:6 ആണ്. അപ്പൊ ഇത് വരത്തില്ല. നെക്സ്റ്റ് +4 നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 13ഉം അതുപോലെ 16 ഇതും വരത്തില്ല. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് 12ഉം 16 ആണ്. ഇത് +4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 16:20 വരും. ഇതെന്ന് പറയുന്നത് 4:5. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ലെങ്ത് ബ്രെഡ്ത്തും രണ്ടും നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻ എടുത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ ഓപ്ഷൻ 3:4 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഡിവിഷൻ 180 ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ 90 ടൈംസ്, പിന്നെ ബ്രാക്കറ്റിനകത്തുള്ള 6 12 - 6 ആദ്യം ചെയ്യണം. കാരണം നമ്മൾ ബോഡ്മാസ് റൂൾ വെച്ച് ബ്രാക്കറ്റിലുള്ളത് നമ്മൾ ആദ്യം ചെയ്യണം. പ്ലസ് ഇതും ബ്രാക്കറ്റ് is equal to 90 times 80 is equal to 1620. ഓപ്ഷൻ ബി ആയിരിക്കും. ഒരു ഓൾഡ് മാൻ gives 25% of his wealth to his wife. അപ്പം ടോട്ടൽ വെൽത്ത് എക്സ് എന്ന് കൊടുത്താൽ 25% 1/4 കൊടുത്തു, ബാക്കിയുള്ളത് 3/4. ഓക്കെ, ആ ബാക്കിയുള്ളതിൽ 36% റിമൈനിങ് ഡോട്ടറിന് കൊടുത്തു. 36% എന്ന് പറയുന്നത് 9/25 ആണ്. അതായത് ബാലൻസ് എത്ര വരും? 16/20. പിന്നെ 10% റിമൈൻ ടു ഹിസ് ഫ്രണ്ട് ആണ്. പിന്നെ ബാലൻസ് ഉള്ളത് എത്രയാണ്? 9/10. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ട് ആ ഓൾഡ് മാന്റെ സൺ സ്നാച്ച് ചെയ്തു. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് 15,120 എന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര വെൽത്ത് ആണ് ടോട്ടൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. ആദ്യമേ 9, 3, 15,120. Four 3 star 41450. എത്ര കിട്ടും? 35 times 100 times 10. So total amount is equal to 35,000. ആയിരിക്കും കറക്റ്റ്. Average of first x numbers 40. അപ്പൊ total 40x, remaining y numbers 60. അപ്പൊ 60y, ഇതിന്റെ ടോട്ടൽ ആവറേജ് 50 ആണ്. ടോട്ടൽ നമ്പേഴ്സ് x plus y. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 40x plus 60y is equal to 50x plus 50y എന്ന് വരും. is equal to 10x equal to 10y or x equal to y. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. Riya and Karan are jogging around a circular track of circumference 1.8 km. രണ്ടുപേരും ജോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് 6 AM സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അവയുടെ അഡീഷൻ ആയി. 6 + 9 എന്ന് പറയുന്നത് 15 km/h. So time taken, time is equal to distance by speed. Distance എന്നത് 1.8 km by 15 km/h എന്ന് പറയുന്നത് 1 by 10, 15. അതിൽ നിന്ന് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 60
6 5 7.2 7.2 ചോദിച്ചിരിക്കുന്ന at what time will they meet for the fifth? അപ്പോൾ 7.2 മിനിറ്റ്സ് ആദ്യം ആദ്യത്തെ സമയം 6നോട് 7.2 മിനിറ്റ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അപ്പോൾ ഫിഫ്ത്ത് ടൈം എന്ന് പറയുമ്പം 7.2 times 5 36.0 മിനിറ്റ്സ് അല്ലെങ്കിൽ 36 മിനിറ്റ്സ്. ടൈം എന്ന് പറയുന്നത് 6 AM കൂടി 36 മിനിറ്റ്സ് ആഡ് ചെയ്യുമ്പം ആൻസർ 6:36 AM. ഓപ്ഷൻ എ ആയിരിക്കും correct. Find the value of R is a simple interest on 2,400 for 8 months at R plus 1% per annum is rupees 36 more than the simple interest on the same sum for 9 months at R minus 2% per annum. അതായത് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 36 ആണ്. അതായത് രണ്ടും എമൗണ്ടും വരുന്നത് 2,400 സെയിം എമൗണ്ട് ആണ്. അതുപോലെ തന്നെ റേറ്റ് മാത്രം വ്യത്യാസം. പിന്നെ ഒരാൾ 8 മന്ത്സും ഒരാൾ 9 മന്ത്സും ആണ്. അപ്പോൾ നമുക്ക് എടുക്കാം 2,400 times 8 by 12 times R plus 1 by 100 minus 2,400 times 9 by 2 നമ്മൾ ഇയറിലോട്ട് കൺവേർട്ട് ചെയ്തു times R minus 2 by 100. സോ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കും ₹36. ഇതില് ഇത്രയും ഭാഗം കോമൺ ആണ്. സോ ഇത്രയും ഭാഗം ഞാൻ കോമൺ ആക്കുമ്പം 2,400 by 1,200 എന്ന് പറയുന്നത് 2 ആണ്. 2 എടുത്താൽ ബാക്കി 8R plus 8 minus R minus 9R plus 9 times 2 80 is equal to 36. Minus R 26 minus R is equal to 18. R എന്ന് പറയുന്നത് 8%. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. രണ്ട് മിക്സ്ചേഴ്സ് ഉണ്ട്, ഹണിയുടെയും വാട്ടറിന്റെ. സോ മിക്സ്ചർ നമ്പർ M1 എന്ന് കൊടുക്കാം, രണ്ടാമത്തെ M2 എന്ന്. അപ്പൊ ഹണിയുടെ വാട്ടറിന്റെ റേഷ്യോ ആദ്യത്തെ 25% ആണ്. അപ്പൊ അത് 1:2 മറ്റേ 75 എന്ന് പറയുമ്പോൾ 1:3 വരും. രണ്ടാമത്തെ 75% ഏതാണ് 3:1 റേഷ്യോയിലായിരിക്കും വരും. രണ്ട് മിക്സ്ചേഴ്സും മിക്സ് ചെയ്ത റേഷ്യോ 3:5 ആണ്. കണ്ടുപിടിക്കേണ്ട വാട്ട് വിൽ ബി ദ പെർസെന്റേജ് ഓഫ് ഹണി ഇൻ ദ റിസൾട്ടിംഗ് മിക്സ്ചർ. അപ്പൊ നമുക്ക് നോക്കാം. ഹണിയുടെ പെർസെന്റേജ് വരുന്നത് ആദ്യത്തേതില് 3-ല് 1/4 ടോട്ടൽ. രണ്ടാമത്തെ 5-ല് 3/4. 3/4 പ്ലസ് 15/4 എന്ന് പറയുമ്പോൾ 18/4-ല് 9/4. പെർസെന്റേജ് ഈക്വൽ ടു 9/2 ബൈ ടോട്ടൽ മിക്സ്ചർ എത്രയാണ് 3 + 5 8 ടൈംസ് is equal to 9/16 times 100. അതായത് 9 times 50/4 25/2. 25/2 ന് 12.5. 50/8. Sorry, 50/8. 100/16 എന്ന് പറഞ്ഞാൽ 50/8. അതായത് 25/4. ഇതില് 56.25%. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. A sum is invested at 20% per annum compounded annually. So 20% ആണ് 1/5. What fraction of the amount at the end of 2 years? അതായത് ഇത് പ്രിൻസിപ്പൽ എമൗണ്ട് 5 6 ആയിരിക്കും എമൗണ്ട്. 2 years ആയതുകൊണ്ട് 5² 6², അതായത് 25 36. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 11 ആയിരിക്കും. So what fraction of the amount at the end of 2 years is the total common interest എന്ന് പറയുമ്പോൾ എമൗണ്ടിന്റെ എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 11/30. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. A family spends 60% of its income. So income, expenditure, save. So income ഞാൻ 100 എന്ന് കൊടുത്തു, അതിൽ 60% സേവ് ചെയ്തു, എക്സ്പെൻഡിച്ചർ സേവ് ചെയ്ത് സ്പെൻഡ് ചെയ്തു, 40 സേവ്. ഇനി ഇൻകം 20% ഇൻക്രീസ് ചെയ്തു, അതായത് ഇൻകം 120 ആയി, പക്ഷെ ഇവിടെ എക്സ്പെൻഡിച്ചർ 60 തന്നെയാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സേവിങ്സ്? 120 - 60 60 ആയിരിക്കും.
കണ്ടുപിടിക്കേണ്ട വാട്ട് പെർസെന്റ് ഓഫ് ദി ന്യൂ ഇൻകം ഇസ് സേവ്. അതായത് 120 60 നമ്മുടെ ഡിഫറൻസ് 60 by 120 times 100 is equal to 50%. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ പെരിമീറ്റർ 15 by 21 ആണ്. 15 ഉം 21 ഉം ഒരെണ്ണത്തിന്റെ, അതായത് സ്മോളറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 225 ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ലാർജ്. ഇപ്പൊ സിമിലർ ട്രയാങ്കിൾസ് ആകുമ്പോൾ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് തന്നെയാണ് പെരിമീറ്ററിന്റെ റേഷ്യോ. പക്ഷെ ഏരിയയുടെ കേസ് വരുമ്പോൾ എന്താണ്, ഏരിയയുടെ റൂട്ട് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് 15 by 21 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 225 by ഏരിയ ഓഫ് ലാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ റൂട്ട് മാറ്റാൻ സ്ക്വയർ ചെയ്യും. ബൈ 441 is equal to 225 by area. 225 225 cancel ചെയ്തു. So area is equal to 441 centimeter square. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. ഒരു കോൺട്രാക്ട് 24 വർക്കേഴ്സിനെ എൻഗേജ് ചെയ്ത് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 30 days ഈച്ച് വർക്കിംഗ് 8 hours ഡെയിലി. അപ്പൊ 30 days ഈച്ച് വർക്കിംഗ് 8 hours. പക്ഷെ 10 ദിവസം ഇവരെല്ലാവരും കറക്റ്റ് ആയിട്ട് വർക്ക്. അപ്പൊ 10 ദിവസം 24 വർക്കേഴ്സ് 8 hours ഡെയിലി ആയിട്ട് വർക്ക് ചെയ്തു. പക്ഷെ 10 ദിവസം കഴിഞ്ഞപ്പോൾ 6 വർക്കേഴ്സ് ലെഫ്റ്റ് ചെയ്തു. അതായത് ഇനി ബാലൻസ് 18 വർക്കേഴ്സ് 10 hour വെച്ച് വർക്ക് ചെയ്തു. പക്ഷെ അത് എത്ര ഡേയ്സ് ആണെന്നുള്ളതാണ് നമുക്കിനി കണ്ടുപിടിക്കാം. നമുക്കിത് ഇവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം. ഇവിടുന്ന് 10 ഉം 10 ഉം പിന്നെ ഇവിടുന്ന് 3 ആവും. 3 ക്യാൻസൽ ചെയ്താൽ 8 ആവും. ഇവിടുന്ന് 6 ആവും. നമുക്ക് നോക്കാം. 4 8s are 192 is equal to 64 plus 6x എന്ന് പറയുന്നത് 8 x equal to 64 by 3 വരും. അതായത് 21 and 1 by 3 days. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. ഒരു L-shaped floor formed by joining two non-overlapping rectangles of dimension 8 meter times 5 meter 6 meter 4 meter. Tilling cost ചെയ്ത് ₹300 per meter ആണ്. ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ 8 times 40 50 meter square plus 24 meter എന്ന് പറയുന്നത് 74 meter square. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 74 times 300 equal to 250 അല്ല 40. 64 meter square. ഒരു 64 times 300 0019200 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. A circle has a radius 10 centimeter. Circle radius 10 centimeter ആണ്. A chord of length 10 centimeter joins end points of two rings. റേഡിയസ് 10 ആണ്, കോഡും 10 ആണ്. ഇതൊരു ഇക്വലായിട്ട് ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ എത്ര വരും? 60 ഡിഗ്രി. ട്രയാങ്കിളിന്റെ ഓരോ ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. ഓക്കെ, കണ്ടുപിടിക്കണം what is area of the minor segment enclosed by the chord. മൈനർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്തിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഫുൾ ഭാഗത്തിന്റെ ഫുൾ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ഈ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ഫുള്ളിന്റെ ഏരിയ എന്ന് പറയുന്നത് തീറ്റ ബൈ 360 ടൈംസ് പൈ ആർ സ്ക്വയർ ആണ്. സോ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറഞ്ഞാൽ 60. അപ്പൊ 60 by 360 ടൈംസ് പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 മൈനസ് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ √3/4 a സ്ക്വയർ. അപ്പൊ അത് 100. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 100 by 6 pi minus 25√3 അല്ലെങ്കിൽ 250 അപ്പൊ ഇത് എത്ര വരും? 50 pi minus 75√3 by 3 is equal to 50 pi by 3 minus 25√3 centimeter square. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും.
സിംപ്ലിഫിക്കേഷൻ ആണ്, ട്രിഗണോമെട്രിക് പ്രൊജക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം സെക്കൻഡ് ഭാഗം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1 by sin a tan a. അപ്പൊ tan a നെ ഞാൻ sin a by cos a എന്ന് കൊടുത്തു, പ്ലസ് cos a the whole square. 1 by sin square a ക്രോസ് മൾട്ടി ചെയ്യുമ്പോൾ cos square a by cos a the whole square വരും. 1 by sin square a plus cos square a 1 ആണ്. 1 by I 1 by cos is equal to cos square. So sin square a plus cos square a is equal to എന്ത് വരും? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ് ഒരു സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ 1 by root 16 plus root 50. അപ്പൊ ഓരോ ടേമും നമ്മുടെ ഡിഫറൻസ്, ഇപ്പൊ 16 ഉം 15 ഉം തമ്മിൽ ഒരു 1 ആണ് ഡിഫറൻസ് അല്ലെ. 15 ഉം 14 തമ്മിൽ 1, 14 13 തമ്മിൽ, അപ്പൊ ആ ടേംസും ഡിഫറൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് റൂട്ട് 16 മൈനസ് റൂട്ട് 15 ആദ്യം മൾട്ടിപ്ലൈ. കാരണം അത് ഡിനോമിനേറ്ററിൽ റൂട്ട് 16 പ്ലസ് റൂട്ട് 15 ടൈംസ് റൂട്ട് 16 മൈനസ് റൂട്ട് 15 വരുമ്പോൾ അത് എ പ്ലസ് ബി മൈനസ് ബി എന്ന രീതിയാകുമ്പോൾ അത് 1 ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ആ ഡിഫറൻസ് 1 ആകുമ്പോൾ ഉള്ള കേസാണ്. അപ്പൊ ഇത് ഞാൻ എടുക്കും. നെക്സ്റ്റ് ടേം എനിക്ക് റൂട്ട് 15 മൈനസ് റൂട്ട് 14 വരും. നെക്സ്റ്റ് ടേം റൂട്ട് 14 മൈനസ് റൂട്ട് 13 വരും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് റൂട്ട് 13 മൈനസ് റൂട്ട് 12. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ടേം ക്യാൻസൽ ആയി, ഈ ടേം ക്യാൻസൽ ആവും, ഈ ടേം ക്യാൻസൽ ആവും. പിന്നെ ബാലൻസ് ഉള്ളത് റൂട്ട് 16 മൈനസ് റൂട്ട് 12 ആണ്. റൂട്ട് 14 എന്ന് പറഞ്ഞാൽ റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 മൈനസ്, ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 2 റൂട്ട് 3 എന്ന് എഴുതാം. സോ 2 ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 മൈനസ് റൂട്ട് 3 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ് ആംഗിൾ ജി എൽ കെ തന്നിട്ടുണ്ട്, അതുപോലെ ജി കെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സം ഓഫ് വാല്യൂസ് ഓഫ് ആംഗിൾ എം എൽ കെ. അപ്പൊ എം എൽ കെ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 180 ഡിഗ്രി മൈനസ് 72 ഈക്വൽ ടു 108 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എൽ ജി ക്യു. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ടു ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ ആയിരിക്കും. സോ ആംഗിൾ എൽ ജി ക്യു എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി പ്ലസ് 56 ഡിഗ്രി ആയിരിക്കും, ഈസ് ഈക്വൽ ടു 128. ചോദിച്ചിരിക്കുന്ന ആംഗിൾ എം എൽ കെ പ്ലസ് ആംഗിൾ എൽ ജി ക്യു എന്നാണ്, ഈസ് ഈക്വൽ ടു 108 ഡിഗ്രി പ്ലസ് 128 ഡിഗ്രി ഈസ് ഈക്വൽ ടു 236 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. എ മാൻ മാർക്ക്ഡ് an item 20% above the cost price. അപ്പൊ കോസ്റ്റ് പ്രൈസ് 20% above, അതായത് 6/5. എന്നിട്ട് 2 ഡിസ്കൗണ്ട് കൊടുത്തു, 8% ഡിസ്കൗണ്ട്, ബാലൻസ് 92/100. പിന്നെ 14%, അതായത് 86/100 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1186.8 ആണ്. അതിനെ ഞാൻ ബൈ 10 എന്ന് വിളിക്കും. അത് സിംപ്ലിഫൈ ചെയ്യാൻ. ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ ഇവിടെ 10 ഉം ക്യാൻസൽ ആയി. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 23 ഡിവൈഡ് ചെയ്ത് നോക്കാം. 5934 by 23. 4 23 വെച്ച്, ഇത് 23, ഇത് 2 ആവും, ഇത് 258 ആവും. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 2 3 2 3 4 3. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 500,000 by 2 times 2. 500 to 250. 1250 rupees. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്.
നെക്സ്റ്റ് ട്രിഗണോമെട്രി ബേസ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാനാണ്. നമുക്ക് റേഷ്യോസ് എഴുതിയിട്ട് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. sin 30 ഓക്കെ sin 30 1/2 times sin 60 √3 by 2 by cos 60 എന്ന് പറയുന്നത് 1/2 times cos 30 √3 by -1 tan 45 1 ആണ്. സോ ഇത് √3 by 4 times 4 by √3 -1 വരും. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 - 1 is equal to 0. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. In scheme A, an item is sold at 21/31 of its actual selling price. First scheme. Actual selling price 31x എന്ന് കൊടുക്കും. പക്ഷെ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് 21/31 ടൈംസ് എന്ന് പറയുമ്പോൾ 21x. സോ ലോസ് 16%. നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 84% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും അല്ലെ. ലോസ് 16% എടുക്കുകയാണ്. നമ്മൾ സെല്ലിംഗ് പ്രൈസ് 21x ആണ്. 21 is equal to 84/100 ടൈംസ് ഓഫ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ ഇതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് നമുക്ക് 25 ഫസ്റ്റ്. ഇനി സ്കീം ബിയിൽ സെയിം ഐറ്റം ഈ സോൾഡ് അറ്റ് 85% ഓഫ് ഈ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85/100 ഓഫ് 31x is equal to 5 326 26.35x. ഓക്കെ. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പൊ 26 3.35 25 നമ്മൾ ഡിഫറൻസ് 1.35/25 times 100 is equal to 1.35 times 4 5.40 അല്ലെങ്കിൽ 5.4%. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. സിംപ്ലിഫിക്കേഷൻ ആണ്. സോ ആദ്യമേ 20 ഡിവൈഡ് ബൈ 4 ഓഫ് 3 12 times 3 പ്ലസ് 9 ഡിവൈഡ് ബൈ 18 ഓഫ് 2 എന്ന് പറഞ്ഞാൽ 36 times 5 minus 1/6 is equal to 20 divided by 12 20 divided by 4 വരും. അപ്പോൾ 5 plus 9 divided by 36 1/4 5/4 minus 1/6. So 5 plus 36 by 15/12 minus 2/12 is equal to 5 plus 13/12 60 73/2. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. Amberjee opened a departmental store at Great India Palace in Noida by investing ₹20 million. കുറച്ചു മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ബ്രദർ ശീഷ് ചു joined the business and invested ₹13 million. At the end of the year, profit was shared in the ratio 3:2. After how many months did Amber's brother join the business? So നമുക്ക് അതിന് 20 million times അത് 12 months ഉണ്ട്. അടുത്ത ആൾ 30 million എത്ര മാസമാണെന്ന് അറിയില്ല. സോ റേഷ്യോ 3/2. സോ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 24/x is equal to 3/2 implies x is equal to 3. So 24/3 the 8 ആവും. So x equal to 16/, approximately 5.3. approximate എന്ന് പറഞ്ഞാൽ 6 months. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. അപ്പൊ ഇത്രയുമാണ് ഒലീവ് ബോർഡിന്റെ ഈ വീക്കിലെ 25 മാത്സ് ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.